ഹലോ, ഞാൻ ഇന്ന് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് സ്കിൻ, ഹെയർ, ഫുൾ നൈറ്റിലെ ബോഡി കെയർ എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ നമ്മൾ ഫുൾ അടിച്ച് നനച്ച് തലയും മേലെ കുളിക്കുമല്ലോ, അങ്ങനെ ഒരു കംപ്ലീറ്റ് കുളിയും അതേപോലെ തന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപായിട്ട് മേല് മാത്രം കഴുകും. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സോപ്പ് യൂസ് ചെയ്യാറില്ല. കുളിക്കുന്ന സമയത്ത് ബോഡി വാഷാണ്. അപ്പോൾ ബോഡി വാഷ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. സോപ്പ് തേക്കാണ്ട് എന്ത് കുളിയെന്നല്ല, ബോഡി വാഷാണ് ഞാൻ കുറേ കാലമായിട്ടും യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ചിലപ്പോൾ നിവ്യേൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി ഷോപ്പിൻ്റെയോ അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു റോസ് ആ ഒരു സംഭവം വരുന്ന ഒരു ബോഡി വാഷാണ്. അല്ലെങ്കിൽ നിവ്യ അങ്ങനെ ഏതെങ്കിലുമൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു ബോഡി വാഷ് ആയിരിക്കും മിക്കവാറും യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം വന്നിട്ട് തന്നെ ഒരു ബോഡി ലോഷനാണ് അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ കെമിസ്റ്ററ്റ് പ്ലേൻ്റെ ഒരു AHA ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 5% നാച്ചുറൽ AHA, അതേപോലെ തന്നെ നസിനമൈഡ്, ഷിയ ബട്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇതിന് മുൻപൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ പോൺസിൻ്റെ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ മൂഡി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ടൈമിൽ ഞാൻ മാറി മാറി പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വീണ്ടും മേടിക്കും. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കെമിസ്റ്ററ്റ് പ്ലേൻ്റെയാണ്. അപ്പം നല്ലതാണ് കേട്ടോ. നമ്മൾ സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ടും സോഫ്റ്റ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. അതേപോലെ ഞാൻ പറഞ്ഞു, ബോഡി വൈസിൻ്റെ ഒന്ന് പകൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഒരു സൺസ്ക്രീനൊക്കെ വരുന്നത്. അതും നല്ലതാണ്. നമുക്ക് സൺസ്ക്രീൻ ബോഡി ലോഷനൊക്കെ പകൽ അതായിരിക്കും നല്ലത്, നമുക്ക് ആ ഒരു സൺ പ്രൊട്ടക്ഷനും കൂടെ കിട്ടാനായിട്ട്. ഇത് നൈറ്റിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഡെർമറ്റോളജിക്ക് ടെസ്റ്റാണ്. അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എസെൻഷ്യൽ സെറാമൈഡ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദെൻ അടുത്തത് യൂസ് ചെയ്യുന്നത് ഒരു അണ്ടർ ആം റോളോൺ ആണ്. കുറേ കാലമായിട്ട് അണ്ടർ ആം റോളോൺ യൂസ് ചെയ്യാറുണ്ട്. പകലും യൂസ് ചെയ്യാറുണ്ട്, നൈറ്റിലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് കുളി കഴിഞ്ഞ് വന്ന പാടെ രാത്രിയാണെന്നോ പകലാണെന്നോ ഞാൻ നോക്കാറില്ല, ഈ ഒരു അണ്ടർ ആം റോളോൺ യൂസ് ചെയ്യും. കാരണം നല്ല വിയർപ്പ് നാറ്റുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, റോളോൺ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം തോന്നാറുള്ളത്. അത് ബോഡി വൈസിൻ്റെ 4% AHA BHA അണ്ടർ ആം റോളോൺ കേട്ടോ. നമുക്ക് ഡാർക്ക് കളർ കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ ആ ഒരു ഓർഡർ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത വന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ നമ്മുടെ ജിൻസെങ് എസൻസ് വാട്ടറാണ്. ഒരു കൊറിയൻ പ്രൊഡക്റ്റാണ് കേട്ടോ. കുറച്ച് പേരുടെ റിവ്യൂ കണ്ടിട്ട് ഭയങ്കര അടിപൊളി അഭിപ്രായം കണ്ട് മേടിച്ചതാണ്. ആദ്യത്തെ ഒരു 2 വീക്സ് എനിക്കൊരു മാറ്റവും തോന്നിയില്ല. അങ്ങനെ പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്തൊരു ഹൈഡ്രേഷൻ ഉണ്ട്. ചിലർ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്കിൻ നല്ല ഗ്ലോയിങ് ആകുന്നപോലെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിന്ന് സോഫ്റ്റ് ആവുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ കുറച്ച് ദിവസം അങ്ങനെ തോന്നിയില്ല. ദൈവം ഇത് മേടിച്ചിട്ട് വെറുതെ ആയല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ട്. കുറച്ച് നിങ്ങളും യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാത്രമേ ആയിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസം ഒരു മാറ്റവും തോന്നില്ല. പിന്നെ അത് കഴിഞ്ഞാൽ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടും സൂത്തനായിട്ടും നല്ല അടിപൊളിയാക്കി വെക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, ഒരു ഹൈഡ്രേഷൻ സ്കിന്നിന് കിട്ടാനായിട്ടും സ്കിന്നൊന്ന് സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കാൻ അത്ര മാത്രമാണ് ഇത് ചെയ്യുന്നത്. സ്കിന്നിൻ്റെ കളർ കൂട്ടുക അല്ലെങ്കിൽ കറുത്ത പാട് മാറ്റുക അങ്ങനെയൊന്നും അല്ല. സ്കിൻ സൂത്താക്കി വെക്കും, അതായത് സൂതം ചെയ്ത് വെക്കും എന്നൊക്കെ പറയില്ലേ, സോഫ്റ്റ് നല്ല സപ്പിളാക്കി വെക്കുക, അത് തന്നെ കേട്ടോ സംഭവം. അതിൽ മെയിനായിട്ടും ആ ഒരു ജിൻസെങ് റൂട്ട് വാട്ടറാണ് ഇപ്പോൾ 80% വരുന്നത്. നൈസിനമൈഡ് 2% ഒക്കെയാണ് വരുന്നത് കേട്ടോ. അതിന് ശേഷം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു റിക്കലിൻ്റെ സെറാമൈഡ് ആൻഡ് ഹ്യാലറോണിക് ആസിഡ് മോയ്സ്ചറൈസറാണ്. ഇതിന് മുൻപ് ഞാൻ സെറാവിൻ്റെ യൂസ് ചെയ്തു, നല്ലതാണ്, ഡ്രൈ സ്കിൻ അടിപൊളിയാണ്. ഞാനിപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിലും ഈ ഒരു ക്ലൈമറ്റ് ഇത്തിരി ഡ്രൈ ആവുന്ന കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ സ്കിന്നുള്ള പ്രൊഡക്റ്റുകൾ മേടിച്ചു. അതിലൊന്നാണ് ഈ റീക്വലിൻ്റെ. ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എൻ്റെ ഓയിലി പിമ്പിൾസ് അങ്ങനെ വരാത്തത് കൊണ്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. സ്കിൻ കുറച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഓയിലി, എന്താ പറയുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കും കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. അധികം റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒക്കെ ആമസോണിൽ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്ന സ്കിൻ ആണെങ്കിൽ നോക്കി യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് സ്കിൻ ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കും. നമുക്ക് തൊടുന്ന സമയത്ത് നമ്മൾ എണ്ണയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിക്കില്ലേ, അതേപോലത്തെ ഒരു ഫീലായിരിക്കും കേട്ടോ നമുക്കങ്ങനെ ഉണ്ടാവുക. പക്ഷേ സെറാവീൻ്റെ ഹൈഡ്രേറ്റിങ്ങും ആണ്, അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഓയിലി ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുക ഇഷ്ടമില്ലെങ്കിൽ സെറാവി അടിപൊളിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെ എണ്ണമയം പോലെ ഇരിക്കണമെങ്കിൽ റിക്വലിൻ്റെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നായിട്ട് നോക്കി ഉപയോഗിക്കുക, പിമ്പിൾസ് വരുന്നവർ എസ്പെഷ്യലി. എൻ്റെ ഓയിലി സ്കിന്നായിട്ടും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ.
പിന്നെ അടുത്ത് വന്നിട്ട് നമ്മളുടെ ഈ ഒരു ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ നമ്മുടെ SPF 30+ വരുന്ന ബ്രൈറ്റനിങ് ലിപ് ബാമാണ്. ഇത് പകലും യൂസ് ചെയ്യാം, നൈറ്റ് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. SPF വരുന്നത് കൊണ്ട് പകലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ നോക്കാറില്ല. ടിൻ്റ് അല്ലാത്ത ലിപ് ബാം ഞാൻ SPF ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ രാത്രി ടിൻ്റ് ഇല്ലാത്തത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ 1% വിറ്റാമിൻ സിയും ഒക്കെയാണ് വരുന്നത്. നല്ലതാണ്, നമുക്ക് പിഗ്മെൻറ്റഡ് ലിപ്സിനൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും വന്നിട്ട്, അതായത് ലിപ്സിന് അതേ കളർ ഉണ്ടായിരുന്നു അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് വെയിൽ കൊണ്ടിട്ടൊക്കെ ആണെങ്കിൽ ഒരു കറുപ്പ് നിറക്കമില്ല, അതൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് നമ്മളെ ലിപ്സ് ഓൾറെഡി ഒരു ഡാർക്ക് കളർ ആണെങ്കിൽ അതങ്ങനെ കുറയൊന്നുമില്ല കേട്ടോ. പക്ഷേ ലിപ്സ് നല്ല സോഫ്റ്റ് ആക്കി വെക്കും. ഓക്കെ, ചാപ്പ് ലിപ്സിനൊക്കെ വളരെ നല്ലതാണ്. അടുത്ത് വന്നിട്ട് ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഹെയർ സെറാണ്, മിനിമലിസ്റ്റിൻ്റെ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി ഇതെൻ്റെ 4ാമത്തെ ബോട്ടിലാണ്. പക്ഷേ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കാരണമല്ല കേട്ടോ, ഞാനിത് ചെയ്യണം എന്ന് വെച്ചിട്ട് മാറ്റി വെച്ച പ്രൊഡക്റ്റാണ് തീർച്ചയായിട്ടും. കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ്. എൻ്റെ മുടി കൊഴിച്ചിൽ പരമാവധി അങ്ങേ അറ്റത്തെത്തി ഭയങ്കര കൊഴിച്ചുള്ള സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ പ്രൊഡക്റ്റാണ്. 1 മന്ത് യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഹെയർ ഗ്രോത്ത് ഉണ്ടായെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, ചെറിയ രീതിയിൽ. പക്ഷേ ഹെയർ ഫോൾ മാറിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. ഒരു 100 എന്താ പറയുക, നമുക്കൊരു 100% എന്നൊക്കെ പറയില്ല, അതിലൊരു 80% ആ ഒരു ഹെയർ ഫോൾ കുറഞ്ഞപ്പോൾ ഒരു 20% മാത്രമേ ഉള്ളൂ കേട്ടോ. ഹെയർ ഫോൾ ഉണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. പെട്ടെന്ന് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 700 സംതിങ് ആയിട്ട് റേറ്റ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി ഹെയറിലേക്ക് കേട്ടോ. നല്ലതാണ്, 1 മാസം എന്തായാലും യൂസ് ചെയ്യണം. അടുത്തത് വന്നിട്ട് ഈ ഒരു ലവ് എർത്തിൻ്റെ ഓർഗാനിക് ഫുഡ് ക്രീമാണ്. അപ്പോൾ ഇനി കിടന്നുറങ്ങുന്നതിന് മുൻപ് കുറച്ച് ഫുഡ് ക്രീമൊക്കെ കാലിൽ നല്ലോണം വാരി പൊത്തിയിട്ട് ഒരു സോക്സ് ഇട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. കാരണം എൻ്റെ കാല് കൈ ഈ ഒരു ടൈം ആവുന്ന സമയത്ത് നമ്മളെ പാമ്പ് തോല് പൊളിക്കണ പോലെ നല്ലോണം ഫുൾ കംപ്ലീറ്റ് തോല് പൊളിക്കുക. ഈ കാണുന്നതല്ല കേട്ടോ, അതായത് ഇപ്പോൾ കുറച്ച് കാല് വൃത്തിയാണ്. നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ കൂടെ കണ്ടോ മനസ്സിലാവുന്ന അറിയില്ല, തോലിങ്ങനെ ചുളുങ്ങിക്കുന്ന കാണാം. ഭയങ്കരമായിട്ട് ശരിക്കും ഒരു 10-80 വയസ്സാവുന്ന സമയത്ത് നമ്മുടെ കാല് എങ്ങനെ ചുളിഞ്ഞതാവോ അതേപോലെ ഈ ഒരു ടൈമിൽ എനിക്ക് ആവാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, കാരണം അങ്ങനത്തെ രീതിയിൽ എൻ്റെ കൈയും കാലും മാറാറുണ്ട്. പക്ഷേ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഒരു 1 മന്തൊക്കെ ടൈം എടുക്കും, എന്നിട്ടാണ് ഒന്ന് സാധാ പോലത്തെ ഒരു നോർമൽ ഗതിയിലേക്ക് വരാറ് കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ തോല് പൊളിഞ്ഞ് ചുളിഞ്ഞിരിക്കില്ലേ, അതേപോലെ ആവാറുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ടും ചെയ്യാറുള്ളത് നന്നായിട്ട് സ്ക്രബൊക്കെ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഫുഡ് ക്രീം, ആദ്യം ഒരു ബോഡി ലോഷൻ ഇതേപോലെ അപ്ലൈ ചെയ്യും. അതിന് ശേഷം ഏതെങ്കിലും ഒരു ഫുഡ് ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സ് ഇട്ട് ഉറങ്ങാറാണ് പതിവ്. ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് ഞാനിത് പകലും ചെയ്യാറുണ്ട് കേട്ടോ. പകലും ഇതേപോലെ ക്രീം തേച്ചതിന് ഫുഡ് ക്രീമോ അല്ലെങ്കിൽ ബോഡി ലോഷനോ നന്നായിട്ട് കാലിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ സോക്സ് ഇട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. എന്തായാലും എന്നിട്ട് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.